ചൈനയിലെ ഒരു ശാന്തമായ ഗ്രാമം. അവിടെ ലിയു എന്നൊരാൾ ജീവിക്കുന്നു. കൂടെ ഭാര്യയും 2 കൊച്ചുകുട്ടികൾ. ഒരു ജനറൽ സ്റ്റോറിൽ സഹായിയായി ജോലി ചെയ്യുന്ന ലിയുവിനെ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ കാര്യമാണ്. അയാൾ കുറച്ചു മാത്രം സംസാരിക്കുന്നു. ആരോടും വഴക്കിന് പോകാത്തൊരു പാവം മനുഷ്യനാണ്. സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് സംവിധായകൻ പീറ്റർ ചാൻ വളരെ പതുക്കെയാണ് കൊണ്ടുപോകുന്നത്. ലിയുവിനെ നമുക്കൊരു നിരുപദ്രവകാരിയായി പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. പക്ഷേ ആ സമാധാനത്തിന് പിന്നിൽ വലിയൊരു രഹസ്യം അയാൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. ലിയുവിൻ്റെ ഭാര്യ പോലും അയാളുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഒരു ഉച്ച സമയം ലിയുവിൻ്റെ സ്റ്റോറിലേക്ക് 2 അപരിചിതരെത്തുന്നു. അവർ ക്രിമിനലുകളാണ്. അവർ അവിടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ലിയു പേടിച്ചു വിറച്ചൊരു മൂലയിൽ നിൽക്കുകയാണ്. അയാൾ അവർക്ക് മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നു. പണമെടുത്തോളൂ, പക്ഷെ ദയവായി ആരെയും ഉപദ്രവിക്കരുത്. ക്രിമിനലുകൾ ലിയുവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അയാൾ ഒരു സാധാരണക്കാരനെ പോലെ പ്രതിരോധിക്കാൻ പോലുമാകാതെ അടി കൊണ്ട് നിലത്ത് വീഴുന്നു. എന്നാൽ ക്രിമിനലുകൾ അവിടെ ഒരു സ്ത്രീയെ ആക്രമിക്കാൻ തുനിഞ്ഞതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കടയുടെ വാതിലുകൾ അടഞ്ഞു. അകത്തെന്ത് നടക്കുന്നുവെന്ന് പുറത്തുള്ളവർ കണ്ടില്ല. നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കുമ്പോൾ ആ 2 ക്രിമിനലുകളും കൊല്ലപ്പെട്ടിരിക്കും. ഗ്രാമവാസികൾ കരുതിയത് തടയാൻ നോക്കിയപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാണ്. ലിയുവും അത് തന്നെ ആവർത്തിച്ചു. ഈ കേസ് അന്വേഷിക്കാൻ എത്തിയ ഡിറ്റക്റ്റീവ് സൂലിൻ വെറും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല. അയാൾ ഒരു ഫോറൻസിക് ജീനിയസ് ആയിരുന്നു. മൃതദേഹങ്ങൾ പരിശോധിച്ച് അയാൾക്ക് ചില കാര്യങ്ങളിൽ പന്തികെടുത്തു. അയാൾ മരണം നടന്ന രീതി മനസ്സിന്റെ കണ്ണിൽ റീക്രിയേറ്റ് ചെയ്തു. ക്രിമിനലുകളുടെ ശരീരത്തിൽ ഓരോ മുറിവും കൃത്യമായ പ്രഷർ പോയിന്റ്സിൽ അല്ലെങ്കിൽ മർമ്മസ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചതാണെന്ന് അയാൾ കണ്ടെത്തുന്നു. ഡിറ്റക്റ്റീവ് ലിയുവിനെ ചോദ്യം ചെയ്യും. ലിയു അപ്പോഴും വളരെ ശാന്തനായി മറുപടി നൽകുന്നു. ആ അമിതമായ ശാന്തതയാണ് ഡിറ്റക്റ്റീവിനെ കൂടുതൽ കുഴപ്പിച്ചത്. അയാൾ ലിയുവിന്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കാൻ തുടങ്ങി. ലിയു ഭക്ഷണം കഴിക്കുന്ന രീതി, നടക്കുന്നത്, വീട്ടുജോലികൾ ചെയ്യുന്നത്, എല്ലാത്തിലും അയാൾ ഒരു മറഞ്ഞിരിക്കുന്ന കൊലയാളിയെ തിരഞ്ഞു. ലിയുവും അപരിചിതരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വാർത്തകൾ പരന്നതോടെ ലിയുവിനെ തേടി 2 അപരിചിതർ ഗ്രാമത്തിലെത്തും. അവർ ലിയുവിനെ കാണുമ്പോൾ തരുത്തു നിൽക്കുന്നു. കാരണം അവർ വർഷങ്ങളായി അന്വേഷിക്കുന്ന ഒരാളാണ് ലിയു. പക്ഷെ ലിയു ഇത് നിഷേധിക്കുന്നു. ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് അയാൾ കൈകൂപ്പി അവരോട് യാചിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. പക്ഷെ അവർ വിടാൻ തയ്യാറായിരുന്നില്ല. അവർ ലിയുവിനെ ക്രൂരമായി മർദ്ദിച്ചു. ലിയുവിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ അവർ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നീട് അവിടെ സംഭവിച്ചത് ഭയാനകമായ ഒരു കാര്യമായിരുന്നു. മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ, ശത്രുവിന്റെ ശ്വാസം പോലും നിലയ്ക്കുന്ന പ്രഹരങ്ങൾ. ആ ഭാവമാറ്റം കണ്ട് ഗ്രാമവാസികളാകെ പകച്ചുപോയി. അക്രമികൾ ഒരേ സമയം ഭയക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. കാരണം വർഷങ്ങളായി അവർ തിരഞ്ഞു നടന്ന് അവരുടെ അനുയായിയായ ആ ഭീകരനായ കൊലയാളി ഇതാ അവരുടെ മുന്നിൽ നിൽക്കുന്നു. ലിയു അത് ശരിവെക്കുന്നില്ല. അയാൾ അത് നിഷേധിക്കുന്നുമില്ല. അയാൾ നിശബ്ദനായി അവരെ നോക്കി. ഈ അധ്യായം ഇവിടെ അവസാനിക്കണമോ അതോ ഇനിയൊരു പുതിയ തുടക്കം വേണമോ എന്ന് തീരുമാനിക്കുന്നത് പോലെ അവിടെ ഉണ്ടാകുന്ന ആ ഭീകരമായ നിശബ്ദത എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പിച്ചു കൊടുക്കും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് തുടങ്ങുന്നതേയുള്ളൂ. 2011 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പേര് ഡ്രാഗൺ അഥവാ വൂക്സിയ. ഡേവിഡ് കോണംബർഗ് സംവിധാനം ചെയ്ത ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന ക്ലാസിക് സിനിമയുടെ മനോഹരമായ ചൈനീസ് റീമേക്കാണ് ഇത്. മാർഷൽ ആർട്ട് സിനിമകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങളിൽ ഒന്നായി ഇതിലെ ഫൈറ്റുകൾ കണക്കാക്കപ്പെടുന്നു. ഈ സിനിമയുടെയും ഇതിന്റെ ഒറിജിനലിനെയും ഇൻസ്പയർഡ് ആയിട്ട് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തൊരു സിനിമ വമ്പൻ ഹിറ്റായിട്ടുണ്ട്. അത് ഏത് സിനിമയാണെന്ന് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.